തൃപ്രയാറിൽ പിഞ്ചുകുഞ്ഞ് തോട്ടിൽ വീണ് മരിച്ചു. തൃപ്രയാർ സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ ജിഹാസിന്റെ മകൻ 1.5 വയസ്സുള്ള മുഹമ്മദ് റയാനാണ് മരിച്ചത്. വിങ്ങടങ്ങിൽ മാങ്ങ പറിക്കുന്നതിനിടയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. ആനകളെ തുരത്തിയത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. പാലപ്പള്ളി മേഖലയിൽ പുലി ഇറങ്ങുന്നത് പതിവായിട്ടും നടപടിയെടുക്കാത്ത വനം വകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ചാഴൂർ ജയന്തിപ്പടവിൽ നിന്ന് വെള്ളമൊഴുകി പോകുവാനുള്ള പർവ്വച്ചാൽ പുനർനിർമ്മാണം അനിശ്ചിതത്വത്തിൽ. പുലക്കാട്ടുകര റെഗുലേറ്ററിൽ മാലിന്യം നിറഞ്ഞു. പരിസര പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. മാള കൊടപത്തുകുന്നിലും കൊടുമ്പ് ചാത്തഞ്ചിറ കോളനിയിലും മണ്ണിടിച്ചു. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അവശ്യ സംവിധാനങ്ങളില്ലാതെ പുതുക്കാട് താലൂക്ക് ആശുപത്രി. അത്യാഹിത വിഭാഗവും ട്രോമാ കെയർ സംവിധാനവും കാര്യക്ഷമമാകാത്തതാണ് പ്രതിസന്ധിയാവുന്നത്. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃപ്രയാറിൽ പിഞ്ചുകുഞ്ഞ് തോട്ടിൽ വീണ് മരിച്ചു. തൃപ്രയാർ ബീച്ച് സീതി വളവിൽ ചക്കാലക്കൽ വീട്ടിൽ ജിഹാസിന്റെ മകൻ 1.5 വയസ്സുള്ള മുഹമ്മദ് റയാനാണ് മരിച്ചത്. വീടിന് മുന്നിലുള്ള തോട്ടിലാണ് കുട്ടി വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിങ്ങടങ്ങിൽ മാങ്ങ പറിക്കുന്നതിനിടയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ബംഗാൾ സ്വദേശി 32 വയസ്സുള്ള ഹമറുള്ള ഹാരിസാണ് മരിച്ചത്. വിങ്ങടങ്ങ് കണ്ണോത്ത് സ്വദേശിയുടെ പറമ്പിലെ മാവിൽ കയറി മാങ്ങ പറിക്കുന്നതിനിടയിൽ സമീപത്തെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു. മൃതദേഹം പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയിലേക്ക് മാറ്റി. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ ആനകളിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. വെറ്റിലപ്പാറ 13-ൽ എളംകുളം ജോഷി, മൂത്തേടൻ ഷൈജു എന്നിവരുടെ വീട്ടുപറമ്പുകളിലാണ് വ്യാപകമായി കൃഷികൾ തകർത്തത്. വാഴ, തെങ്ങ്, കവുങ്ങ്, റംബൂട്ടാൻ എന്നിവയാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. വിവരമറിഞ്ഞ് വനം വകുപ്പ് വാച്ചർമാർ സ്ഥലത്തെത്തി ആനകളെ വനത്തിലേക്ക് തിരിച്ചയച്ചു. ഏറെ നേരം പരിശ്രമിച്ചായിരുന്നു ഇവയെ തുരത്തിയത്. മഴക്കാലമായിട്ടും ആനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് നാട്ടുകാരെ ഭീതിയിലാക്കി. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി ആനക്കയത്ത് കാറും സ്കൂട്ടറും കാട്ടാന ആക്രമിച്ചിരുന്നു. പാലപ്പള്ളി മേഖലയിൽ പുലി ഇറങ്ങുന്നത് പതിവായിട്ടും നടപടിയെടുക്കാത്ത വനം വകുപ്പ് അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പാലപ്പള്ളിയിൽ നാട്ടുകാർ അടിക്കാട് വെട്ടി സമരം ചെയ്തു. പാലപ്പള്ളി വരന്തരപ്പള്ളി ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കന്നാറ്റുപാടം സ്കൂളിന് സമീപത്താണ് അടിക്കാട് വെട്ടി സമരം ചെയ്തത്. തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ വന്യമൃഗങ്ങൾക്ക് സുരക്ഷിത താവളമാകുന്നുവെന്ന് ആക്ഷൻ കൌൺസിൽ ചൂണ്ടിക്കാട്ടി. സ്കൂളിന് സമീപം പുലിയിറങ്ങിയിട്ടും വനം വകുപ്പ് നിസ്സംഗത പാലിക്കുകയാണ്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനം വകുപ്പ് കാട് വെട്ടി തെളിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ അറിയിച്ചു. ചെയർമാൻ VP ഉസ്മാൻ, കൺവീനർ KM ഹൈദർ, PS സുധീഷ്, അരുൺകുമാർ, സിദ്ദിഖ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ചാഴൂർ പഞ്ചായത്തിലെ ജയന്തിപ്പടവിൽ നിന്ന് വെള്ളമൊഴുകി പോകുവാനുള്ള പർവ്വച്ചാൽ പുനർനിർമ്മാണം അനിശ്ചിതത്വത്തിൽ. ആലപ്പാട് പുറത്തൂർ തീരപ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. മഴ ശക്തമായാൽ കരുവന്നൂർ പുഴയിൽ നിന്ന് പുത്തൻതോട് വഴിയെത്തുന്ന വെള്ളവും ജയന്തിപ്പടവിന് ചുറ്റുമുള്ള ചാഴൂർ, പഴുവിൽ, ആലപ്പാട്, പുറത്തൂർ കരപ്രദേശങ്ങളിൽ നിന്നെത്തുന്ന വെള്ളവും ജയന്തിപ്പടവിൽ നിന്ന് ഒഴുകിപ്പോകാനുള്ള പ്രധാന മാർഗമാണ് പറവച്ചാൽ. ആലപ്പാട് ഇരട്ടപ്പാലത്തിനു കുറുകെ അന്തിക്കാട് പാടശേഖരത്തിന്റെ ഭാഗമായ കോവിലകം പടവ് വരെയുള്ള പറവച്ചാലിന്റെ കോവിലകം പടവിലേക്ക് എത്തുന്ന ഭാഗം പുനർനിർമ്മിച്ചെങ്കിലും ജയന്തിപ്പടവിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഇരട്ടപ്പാലത്തിനടിയിലൂടെയുള്ള ഭാഗം പുനർനിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ട് ഭീഷണി ഉയർത്തുന്നത്. കല്ലും മണ്ണും പുല്ലും നിറഞ്ഞിരിക്കുന്നതിനാലും കയ്യേറ്റത്താലും പറവച്ചാൽ പ്രയോജനരഹിതമായിരിക്കുകയാണ്. ജയന്തിപ്പടവിലേക്ക് വലിയ തോതിലെത്തുന്ന വെള്ളം പറവച്ചാൽ വഴി ഇരട്ടപ്പാലത്തിലൂടെ വടക്കോട്ടൊഴുകി അന്തിക്കാട് പടവിലേക്കാണ് എത്തേണ്ടത്. എന്നാൽ വർഷങ്ങളായി തുടരുന്ന ഇരട്ടപ്പാലത്തിൻ്റെ ദയനീയാവസ്ഥ മൂലം പ്രദേശത്ത് വലിയ വെള്ളക്കെട്ട് പതിവാകുകയാണ്. ഏറെ കൊട്ടിഘോഷിച്ച് പറവച്ചാലിൻ്റെ നവീകരണത്തിൻ്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയെങ്കിലും നാളിതുവരെ ലക്ഷ്യം നേടാനായിട്ടില്ല. സ്വകാര്യ വ്യക്തികളുടെ കയ്യേറ്റം മൂലം ചില ഭാഗത്ത് പറവച്ചാൽ തന്നെ ഇല്ലാതായി. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യവഹാരത്തിൽ രേഖകൾ യഥാസമയം സമർപ്പിച്ച് കേസ് കാര്യക്ഷമമായി നടത്തുന്നതിൽ ചാഴൂർ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതായാണ് ആരോപണം. മഴയ്ക്ക് മുൻപായി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരട്ടപ്പാലത്തിനടിയിലെയും പരിസരത്തെയും കല്ലും മണ്ണും പുല്ലും നീക്കി ആഴം കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസമാകുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. കയ്പമംഗലം മനക്കിപ്പാടം നെഹ്റു റോഡ് പരിസരത്തെ കുടുംബങ്ങൾ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിൽ. മുൻപ് പെയ്ത മഴയിലാണ് ഈ പ്രദേശത്ത് കനത്ത വെള്ളക്കെട്ടുണ്ടായത്. 10ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. വെള്ളം കയറിയ വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. മഴ തുടർന്നതോടെ ഈ ഭാഗത്തുള്ളവർ കൂടുതൽ ദുരിതത്തിലായി. പ്രദേശത്തെ സേവന അംഗൻവാടിയിലും വെള്ളം കയറി. ആദ്യകാലങ്ങളിൽ മഴക്കാലത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ടെങ്കിലും
ഇത്തവണ വെള്ളക്കെട്ട് രൂക്ഷമായെന്ന് നാട്ടുകാർ പറയുന്നു. ദേശീയപാത വികസനത്തോടനുബന്ധിച്ച് 3 പീടിക ബൈപ്പാസ് പണിയുന്നതിന്റെ സമീപത്താണ് ഇത്രയും വെള്ളക്കെട്ടുള്ളത്. റോഡ് പണിയുന്നതിന്റെ ഭാഗമായി വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ നികത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. 21 വർഷത്തിലും അംഗൻവാടി കോമ്പൗണ്ടിനുള്ളിൽ ചെറിയ തോതിൽ നമ്മൾ ചവിട്ടിയെ തെറിക്കുന്ന രീതിയിലുള്ള വെള്ളം വരാതല്ലാതെ നമ്മുടെ അംഗൻവാടിയുടെ ഉള്ളിലോ അല്ലെങ്കിൽ ഇതേപോലെ പുറത്ത് വെള്ളം വന്നിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ പണി തുടങ്ങിയപ്പോഴാണ് ഇപ്രാവശ്യം ഇത്രയധികം വെള്ളം കയറിയത്. ഈ നാഷണൽ ഹൈവേ വന്നപ്പോൾ ഞങ്ങളുടെ വെള്ളം ഒഴുകി പോകുന്ന എല്ലാ ചാലുകളും അടഞ്ഞുപോയി. ഹൈവേ നിർമ്മാണ കമ്പനിയിലെ തൊഴിലാളികളെത്തി വെള്ളം ഒഴുകിപ്പോകാനായി ചാല് കീറി നൽകിയെങ്കിലും ഇതുവരെ വെള്ളക്കെട്ട് ഒഴിവായിട്ടില്ല. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV കയ്പമംഗലം. അധികൃതരുടെ അനാസ്ഥ മൂലം ഷട്ടറുകൾ കൃത്യമായി തുറക്കാത്തതിനാൽ മണലിപ്പുഴയിലെ പുലക്കാട്ടുകര റെഗുലേറ്ററിൽ മാലിന്യം നിറഞ്ഞു. പരിസര പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. മഴ ശക്തമായതോടെ ഷട്ടറിൽ വലിയ തോതിൽ ചണ്ടിയും മാലിന്യങ്ങളും അടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ ഷട്ടറുകൾ പൂർണ്ണമായും തുറക്കാനാകാത്ത സ്ഥിതിയിലായി. കൈനൂർ ചിറ തുറന്നുവിട്ടതോടെയാണ് പുലക്കാട്ടുകര ഷട്ടറിൽ വെള്ളത്തിനൊപ്പം ചണ്ടിയും മരച്ചിലകളും നിറഞ്ഞത്. കൈനൂർ ചിറ തുറക്കുന്നതിന് മുൻപ് ചണ്ടികൾ നീക്കം ചെയ്യാത്തത് വലിയ വീഴ്ചയാണെന്നാണ് ആരോപണം ഉയർന്നത്. കൈനൂർ ചിറ തുറന്ന സമയത്ത് താഴെയുള്ള പുലക്കാട്ടുകരയിലെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നിരുന്നുവെങ്കിലും ആഘാതം കുറയുമായിരുന്നു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും പൂർണ്ണമായും ഷട്ടർ തുറക്കാത്തത് ജലസേചന വകുപ്പിന്റെ വീഴ്ചയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഒരു ഷട്ടർ ഒഴികെ മറ്റു ഷട്ടറുകളെല്ലാം പൂർണ്ണമായും തുറന്നതോടെയാണ് ആശങ്ക ഭാഗികമായി പരിഹരിച്ചത്. ഒഴുകിപ്പോയ മാലിന്യം എറവക്കാട് ഓടഞ്ചിറ ഷട്ടറുകളിൽ കുടുങ്ങുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ചാവക്കാട് മണത്തല പഴയ പാലത്തിന് സമീപം വീടിന് മുകളിലേക്ക് പഴയ കെട്ടിടം വീണു. കരിയാട്ട് അസീസിന്റെ വീടിന് മുകളിലാണ് പഴയ യൂണിയൻ ഓഫീസ് കെട്ടിടം തകർന്നു വീണത്. ശബ്ദം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് വീടിന് മുകളിലേക്ക് കെട്ടിടം തകർന്നു വീണതായി കണ്ടത്. മാള കൊടവത്തുകുന്നിൽ മണ്ണിടിഞ്ഞു. വീടിനോട് ചേർന്നുള്ള മണ്ണെടുത്ത സ്ഥലത്തേക്കാണ് മണ്ണിടിഞ്ഞത്. കാര്യടുത്ത് ഷാനവാസിന്റെ സ്ഥലത്തിനോട് ചേർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത്. വീട്ടിൽ നിന്ന് 2 മീറ്റർ ദൂരത്തിലാണ് ഇടിഞ്ഞത്. 15 അടിയോളം ആഴത്തിലാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ മണ്ണെടുത്തിരുന്നത്. മേഖലയിൽ മണ്ണിടിച്ചിൽ പതിവാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കനോലി കനാൽ അടച്ചതുമൂലം വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ NK അക്ബർ MLA സന്ദർശനം നടത്തി. ചാവക്കാട് നഗരസഭയുടെയും ഒരുമനയൂർ, കടപ്പുറം എന്നീ പഞ്ചായത്തുകളുടെയും അതിർത്തിയിൽ നാഷണൽ ഹുദ സ്കൂളിന് സമീപത്തായി കനോലി കനാലിന് കുറുകെ മണ്ണിട്ട് വെള്ളം കെട്ടി നിർത്തിയതിനെ തുടർന്നാണ് ചാവക്കാടിന്റെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ പോകുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ മണ്ണിട്ട് ഒഴുക്ക് തടസ്സപ്പെടുത്തിയിട്ടുള്ളത്. ചെറിയൊരു ഭാഗത്തുകൂടി വെള്ളം ഒഴുകുന്നതിനുള്ള സംവിധാനം മാത്രമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ കാര്യം നഗരസഭാ നിർമ്മാണ കമ്പനി അധികൃതരെ അറിയിച്ചിരുന്നു. NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, സെക്രട്ടറി, ചാവക്കാട് തഹസിൽദാർ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. ദേശീയപാത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അടിയന്തരമായി തടസ്സങ്ങൾ നീക്കി കനോലി കനാലിലെ വെള്ളത്തിന്റെ ഒഴുക്ക് പുനഃസ്ഥാപിക്കാൻ MLA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അറിയിച്ചു. ശക്തമായ മഴയിൽ കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തഞ്ചിറ കോളനിയിൽ കുന്നിടിഞ്ഞു വീണു. വട്ടപ്പറമ്പിൽ ബാബുവിന്റെ വീടിന്റെ സമീപത്തെ കുന്നാണ് ഇടിഞ്ഞത്. വലിയ പാറകളും മണ്ണും വീടിന് സമീപത്തുള്ള ശുചിമുറിയുടെ മുകളിലേക്ക് വീണ് സ്ലാബിനും ഭിത്തിക്കും വിള്ളൽ സംഭവിച്ചു. ബാബുവിന്റെ ഭാര്യ അനിത, മകൾ ആര്യ എന്നിവർ വലിയ ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ അപകടമൊഴിവായി. എളവള്ളി കണ്ടപ്പൻ ചീർപ്പിൽ അടിഞ്ഞുകൂടിയ മുളങ്കൂട്ടം നീക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കി. കൊച്ചിൻ ഫ്രോണ്ടിയർ തോടിന് കുറുകെയുള്ള കണ്ടപ്പൻ ചീർപ്പിലേക്ക് മുളങ്കൂട്ടം വീണ് ഒഴുക്ക് തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ നേതൃത്വത്തിലാണ് മുളങ്കൂട്ടം നീക്കം ചെയ്തത്. 12 കിലോമീറ്റർ ദൈർഘ്യമുള്ള തോടിലൂടെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അവശ്യ സംവിധാനങ്ങളില്ലാതെ പുതുക്കാട് താലൂക്ക് ആശുപത്രി. അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായാൽ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ റഫർ ചെയ്യുന്ന പഴയ രീതിയാണ് ഇപ്പോഴും പുതുക്കാട് താലൂക്ക് ആശുപത്രി പിന്തുടരുന്നത്. ദേശീയപാതയിൽ അപകടങ്ങളുണ്ടായാൽ ഏറ്റവും അടുത്ത് വൈദ്യസഹായത്തിന് സമീപിക്കാവുന്നത് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കാണ്. എന്നാൽ ഇവിടെ അത്യാഹിത വിഭാഗമോ ട്രോമ കെയർ സംവിധാനമോ കാര്യക്ഷമമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപകടത്തിൽപ്പെട്ടവരെ തൃശൂരിലെത്തിക്കാനുള്ള കാലതാമസം പലപ്പോഴും അത്യാഹിതങ്ങൾക്കാണ് വഴിവെക്കാറുള്ളത്. ദേശീയപാത 4 വരിയായതോടെ അപകടങ്ങൾ വർദ്ധിച്ചു. പുതുക്കാട് സിഗ്നലിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 40 പേരാണ് അപകടങ്ങളിൽ മരിച്ചത്. അംഗവൈകല്യം സംഭവിച്ചവർ നിരവധിയാണ്.
ഇതിനു പുറമെ സാധാരണക്കാരെ ഏറ്റവും അധികം ബാധിക്കുന്ന OP വിഭാഗത്തിൽ പ്രത്യേക ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണമെന്നത് നാളുകളായുള്ള ആവശ്യമാണ്. OPയിൽ രോഗികളെ പരിശോധിക്കുന്ന ഇടത്തും തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനമില്ല. ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ പുറകിലും വാതിൽ കടന്നും രോഗികൾ നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ്. തോട്ടം മേഖലയിലെ സാധാരണക്കാരായ നിരവധി പേർക്ക് ആശ്രയമായ താലൂക്ക് ആശുപത്രിയിൽ പ്രായമായവരും ഭിന്നശേഷിക്കാരും തിക്കിത്തിരക്കി OP ടിക്കറ്റ് എടുക്കുന്നത് പതിവാണ്. പ്രസവ വിഭാഗം ഇനിയും പ്രവർത്തന സജ്ജമാകാത്തത് മറ്റൊരു പോരായ്മയാണ്. 6 മാസത്തിനുള്ളിൽ പ്രസവ വിഭാഗം കാര്യക്ഷമമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് ആശുപത്രി സന്ദർശിച്ചപ്പോൾ മന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 1 വർഷത്തോളമായിട്ടും ഉറപ്പ് പാലിക്കപ്പെട്ടിട്ടില്ല. ആശുപത്രിയിലെ ലേബർ റൂമിലേക്കുള്ള ഓപ്പറേഷൻ ടേബിൾ, അനസ്തേഷ്യയ്ക്ക് ആവശ്യമായ വർക്ക് സ്റ്റേഷൻ എന്നിവയില്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്ന് പുതുക്കാട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സൈമൺ പറഞ്ഞു. NHM വഴി ഓപ്പറേഷൻ ടേബിളിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ലഭ്യമായാൽ ഉടൻ പ്രസവ ചികിത്സാ വിഭാഗം പുനരാരംഭിക്കുമെന്നും സൂപ്രണ്ട് അറിയിച്ചു. ഡയാലിസിസ് സൗകര്യവും മികച്ച ദന്തരോഗ ചികിത്സാ വിഭാഗവും സ്പെഷ്യലൈസേഷനുള്ള 12 ഡോക്ടർമാരും 24 മണിക്കൂർ ഡോക്ടറുടെ സേവനവും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ലഭ്യമാണെങ്കിലും അവശ്യ സേവനങ്ങൾക്കായി കാത്തിരിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. TCV പുതുക്കാട്. ഇരിങ്ങാലക്കുട എടക്കുളത്ത് വയോധികന് വെട്ടേറ്റ സംഭവത്തിൽ പേരമകൻ അറസ്റ്റിൽ. എടക്കുളം കോമ്പാത്ത് വീട്ടിൽ കേശവനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് പേരമകൻ ശ്രീകുമാർ അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. വീട്ടിലെ വളർത്തുപൂച്ചയെ കാണാതായതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണം. തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റ കേശവൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റെന്ന് പറഞ്ഞാണ് കേശവനെ ആദ്യം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുവന്നത്. സംശയം തോന്നിയ ഡോക്ടർമാർ ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ അറിയിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ശ്രീകുമാറിനെ തടഞ്ഞുവെക്കുകയും പിന്നീട് സ്ഥലത്തെത്തിയ കാട്ടൂർ പോലീസിന് കൈമാറുകയുമായിരുന്നു. പെരിഞ്ഞനം മേഖലയിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന നടത്തി. അനധികൃതമായി പ്രവർത്തിച്ച തട്ടുകട പൂട്ടിച്ചു. ഭക്ഷ്യവിഷബാധ ഉണ്ടായ സാഹചര്യത്തിലാണ് പഞ്ചായത്തും പോലീസും ആരോഗ്യവകുപ്പും ചേർന്ന് പരിശോധന നടത്തിയത്. പഞ്ചായത്തിന് സമീപം പ്രവർത്തിച്ചിരുന്ന വഴിയോര തട്ടുകടയാണ് പൂട്ടിച്ചത്. പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയും വൃത്തിഹീനമായ സാഹചര്യത്തിലുമാണ് തട്ടുകട പ്രവർത്തിച്ചിരുന്നതെന്നും അധികൃതർ പറഞ്ഞു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M. ഷാജഹാൻ, SI പ്രദീപ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അഖില, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പഴഞ്ഞി പെങ്ങാമുക്കിൽ വീട്ടിൽ അഗ്നിബാധ. പെങ്ങാമുക്ക് അയ്യർ റോഡിൽ അയിനിപ്പുള്ളി വീട്ടിൽ കുട്ടിമോന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തീപിടുത്തമുണ്ടായത്. വീടിന് മുകളിലത്തെ നിലയിൽ കൂട്ടിയിട്ടിരുന്ന വൈക്കോലിലാണ് തീപിടിച്ചത്. തീ ആളിപ്പടരുന്നത് കണ്ട് വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളത്ത് നിന്ന് അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സുരേഷ്, ശ്യാം, ഇബ്രാഹിം, വിഷ്ണുദാസ്, നവാസ്, ബാബു, ലിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം തീയണയ്ക്കുന്നതിന് നേതൃത്വം നൽകി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ കടവല്ലൂർ പാടത്ത് പാതയോരത്ത് വെച്ചുപിടിപ്പിച്ച കണിക്കുന്ന മരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റിയ നിലയിൽ കണ്ടെത്തി. വർഷങ്ങൾക്ക് മുൻപ് പ്രദേശത്തെ നാദം കലാ സാംസ്കാരിക വേദിയും കടവല്ലൂർ കല്ലുംപുറത്തെ ഗ്രീൻവേൾഡ് അഗ്രികൾച്ചറൽ നഴ്സറിയും സംയുക്തമായി നാട്ടുകാരുടെ സഹായത്തോടുകൂടി വെച്ചുപിടിപ്പിച്ചതാണ് കണിക്കുന്ന തൈകൾ. നെല്ലിമരത്തിന്റെ ചില്ലകളും വെട്ടിമാറ്റിയ നിലയിലാണ്. പാതയോരത്തിന് സമീപത്തായി വലിയ പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ബോർഡുകളുടെ കാഴ്ച മറയുന്നതിനാലാകാം മരച്ചില്ലകൾ വെട്ടിമാറ്റുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പാതയോരത്തെ മരങ്ങൾ നശിപ്പിച്ചവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വേണ്ടി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാട്. ഗോവ ആരോഗ്യവകുപ്പ് മന്ത്രി വിശ്വജിത് റാണയാണ് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയത്. ക്ഷേത്ര ദർശനത്തിനെത്തിയ മന്ത്രിയെ ദേവസ്വം അധികൃതർ സ്വീകരിച്ചു. ഏകാന്തതയിൽ ഏറ്റവുമേറെ കരഞ്ഞ എഴുത്തുകാരിയാണ് മാധവിക്കുട്ടിയെന്ന് പ്രശസ്ത കഥാകൃത്ത് മാനസി പറഞ്ഞു. പുന്നയൂർകുളത്തെ കമല സുരയ്യ സ്മാരകത്തിൽ പുസ്തകപ്പുര സംഘടിപ്പിച്ച സൗഹൃദ സദസ്സിൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മാധവിക്കുട്ടിയുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്ന മാനസി. സ്നേഹത്തെ മതമായി കണ്ട അവരുടെ വാക്കുകൾ ശരിയായി ഉൾക്കൊള്ളാൻ മലയാളികളുടെ അപൊക്ക് മനസ്സിന് സാധിച്ചില്ല. പുറമേ ധൈര്യയായി പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ഉള്ളിൽ അവർ കരയുകയായിരുന്നുവെന്നും മാനസി പറഞ്ഞു. സൗഹൃദ സദസ്സിൽ പുന്നയൂർകുളം സാഹിത്യ സമിതി പ്രസിഡന്റ് KB സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കലാനിലയം ഗായത്രി പത്മനാഭൻ കമലാദാസിന്റെ വാക്കുകൾ, ഹിജറകളുടെ നൃത്തം എന്നീ കവിതകളുടെ നൃത്താവിഷ്കാരം നടത്തി. മുണ്ടൂർ കൃഷ്ണൻകുട്ടി പുരസ്കാരം നേടിയ മാനസിയെ പുസ്തകപുര ചെയർമാൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ് പൊന്നാട ചാർത്തി ആദരിച്ചു. വിജയ് ഷടക്കുന്നി, ഫറ പ്രിൻസ്, ഡോക്ടർ ബീന KR, ശാലിനി പടിയത്ത്, നീതു രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
കൊടന്നൂരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വാഴകൾ ഒടിഞ്ഞു വീണു. ശാസ്താംകടവ് കുറ്റിപ്പറമ്പിൽ അനിൽകുമാറിന്റെ 250ഓളം വാഴകളുള്ള കൃഷിയിടത്തിലാണ് നിരവധി വാഴകൾ ഒടിഞ്ഞു വീണത്. കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ മഴയിൽ ഓടയിൽ വീണ് ഒഴുകിപ്പോവുകയായിരുന്ന കുട്ടിയുടെ ജീവൻ രക്ഷിച്ച മനക്കുടി നടുമുറി സ്വദേശിയും പെട്ടി ഓട്ടോറിക്ഷ ഡ്രൈവറുമായ സുഭാഷിന് നാട്ടുകാർ സ്വീകരണം നൽകി. BJP പാലക്കാട് മേഖലാ സെക്രട്ടറി സുധീഷ് മേനോത്തുപറമ്പിൽ പൊന്നാടയണിയിച്ചു. അമ്മമാർ ചേർന്ന് പുടവയും നോട്ട് പുസ്തകങ്ങളും നൽകി സുഭാഷിനെ ആദരിച്ചു. പാരിസ്ഥിതിക അവബോധവും പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും ഇസ്ലാമിക ദർശനത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളാണെന്ന് സമസ്ത കേരള ജമയത്തുൽ ഖുതബ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ അഭിപ്രായപ്പെട്ടു. സമസ്ത കേരള സുന്നി ബാലവേദി സംഘടിപ്പിച്ച പരിസ്ഥിതി വാരാചരണ സംഗമത്തിൽ പരിസ്ഥിതി ദിന സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇബ്രാഹിം ഫൈസി പഴുന്നാന ഉദ്ഘാടനം ചെയ്തു. SKMMA സംസ്ഥാന കൌൺസിൽ സിംല ഹസൻ അധ്യക്ഷത വഹിച്ചു. SKSBV മരത്തങ്കോട് റേഞ്ച് പ്രസിഡന്റ് ജാസിം എയ്യാൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വൃക്ഷത്തൈകളുടെ വിതരണോദ്ഘാടനം റേഞ്ച് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി ലത്തീഫി നിർവഹിച്ചു. വെങ്ങണിശ്ശേരി SNDP സൗത്ത് ശാഖയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും പഠനോപകരണ വിതരണവും നടന്നു. SNDP പെരിങ്ങോട്ടുകര യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ ആദരണീയം ഉദ്ഘാടനം ചെയ്തു. വെങ്ങണിശ്ശേരി ശാഖ പ്രസിഡന്റ് AK ഗിരിജൻ അധ്യക്ഷത വഹിച്ചു. പഠനോപകരണ വിതരണ യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ സുഭാഷ് തേങ്ങാമൂച്ചി നിർവഹിച്ചു. ശാഖാ സെക്രട്ടറി രവി പറവത്ത്, SNDP യൂണിയൻ കൌൺസിൽ പ്രദീപ് പണപ്പറമ്പിൽ, ശ്രീജിത രാജൻ, പെരിങ്ങോട്ടുകര വനിതാ സംഘം പ്രസിഡന്റ് അനിത പ്രസിഡന്റ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി കുട്ടഞ്ചേരി യുവജന കലാവേദി ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ പഠനത്തിൽ മികവ് പുലർത്തിയവരെ അനുമോദിച്ചു. എമ്മഡിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ഗ്രീഷ്മ, MBBS റാങ്ക് ഹോൾഡർ KB ദേവിക, നവോദയ എൻട്രൻസ് വിന്നർ ഫാത്തിമ സിയാന, സ്കോളർഷിപ്പുകൾ നേടിയ ഭഗത് ചന്ദ്ര, നിധിൻ ചന്ദ്രാഗതൻ എന്നിവരെയും SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിൽ A+ നേടിയവരെയുമാണ് അനുമോദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് ആദരം ഉദ്ഘാടനം ചെയ്തു. കലാവേദി പ്രസിഡന്റ് സോമൻ കളരിക്കൽ അധ്യക്ഷനായി. പഞ്ചായത്ത് മെമ്പർ സ്വപ്ന പ്രദീപ്, കലാവേദി സെക്രട്ടറി വിമലേഷ് കുമാർ, ട്രഷറർ ബാലകൃഷ്ണൻ മേലേപ്പുരക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വേൾഡ് വൈഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ഷോട്ടോക്കാൻ ഇന്ത്യയുടെ 41ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. എടത്തിരുത്തി KC കാളിക്കുട്ടി സ്മാരക നിലയത്തിൽ നടന്ന വാർഷികാഘോഷം നാട്ടിക ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ PS നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. വാർഡ് മെമ്പർ സജീഷ് സത്യൻ, അസോസിയേഷൻ ചീഫ് കോർഡിനേറ്റർ KA കൊച്ചുമോൻ, വേൾഡ് വൈഡ് മാർഷൽ ആർട്സ് അസോസിയേഷൻ ട്രഷറർ അനന്യ റഷീൽ തുടങ്ങിയവർ സംസാരിച്ചു. DYFI ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കരിയർ ഗൈഡൻസ് ക്ലാസ് DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. DYFI ജില്ലാ കമ്മിറ്റി അംഗം KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം രഹന, TM ഷഫീഖ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജകമണ്ഡലം വിദ്യാഭ്യാസ സമിതി അക്ഷര കൈരളിയുടെ നേതൃത്വത്തിൽ ET ടൈസൺ MLA ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അനുമോദന ചടങ്ങ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. ജ്യോതിസ് മോഹൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജൻ, നിഷ അജിതൻ, MS മോഹനൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കാവിലക്കാട് BJP 32ാം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണനാക്കൽ തോമസിന്റെ സ്മരണാർത്ഥം SSLC+2 വിജയികളെ അനുമോദിച്ചു. BJP ജില്ലാ ട്രഷറർ അനീഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ KK മുരളി അധ്യക്ഷത വഹിച്ചു. കുന്നുകുളം കിഴൂർ ജനതാ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ യുവ എഴുത്തുകാരി ഡോക്ടർ സോയ ജോസഫിന്റെ പുതിയ പുസ്തകം പ്രണയ മാനിഫെസ്റ്റോയെ സംബന്ധിച്ച് ചർച്ച സംഘടിപ്പിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ചർച്ച ഉദ്ഘാടനം ചെയ്തു. മുൻ MLA TV ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായിരുന്നു. പ്രൊഫസർ ശ്രുതി പുസ്തകം പരിചയപ്പെടുത്തി. കിഴൂർ ജനതാ ലൈബ്രറി പ്രസിഡന്റ് മധു K നായർ അധ്യക്ഷത വഹിച്ചു. സാബു ഡേവിസ് കവിത അവതരിപ്പിച്ചു. ലളിതമായ ഭാഷയിൽ ഈ കവിത ഇതിന്റെ മെസ്സേജ്
SNDP യോഗം വള്ളിശ്ശേരി ശാഖയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. വള്ളിശ്ശേരി ശാഖ ഗുരുമന്ദിരത്തിൽ നടന്ന ആദരണീയം പെരിങ്ങോട്ടുകര യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SNDP വള്ളിശ്ശേരി ശാഖ പ്രസിഡന്റ് PD സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ സുഭാഷ് തേങ്ങാമുച്ചി പഠനോപകരണ വിതരണം നിർവഹിച്ചു. മുതിർന്ന അംഗങ്ങളെ പെരിങ്ങോട്ടുകര യൂണിയൻ കൌൺസിലർ ബിജു മണപ്പെട്ടി ആദരിച്ചു. വള്ളിശ്ശേരി ശാഖ സെക്രട്ടറി ശ്രീധരൻ കോട്ടയിൽ, അവണിശ്ശേരി ശാഖ പ്രസിഡന്റ് കരുണാകരൻ മണപ്പെട്ടി, ബാബു കുറുത്തേടത്ത്, PK ചന്ദ്രൻ, വനിതാ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഓമന ഉണ്ണിരാജ്, വള്ളിശ്ശേരി ശാഖ വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് പുളിങ്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം കിഴൂർ 4-ാം വാർഡ് BJP കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ചിറളയം കിഴൂർ മേഖലയിൽ നിന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചലച്ചിത്ര നടൻ ചന്ദ്രശേഖരൻ പുതുശ്ശേരി ആദരം ഉദ്ഘാടനം ചെയ്തു. EK സുരേന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ, മാധവൻകുട്ടി നായർ, വർഗീസ് എന്നിവരെ പൊന്നാടിയണിയിച്ച് ആദരിച്ചു. ചിറളയം 4-ാം വാർഡ് BJP കമ്മിറ്റി പ്രസിഡന്റ് ബാബു ഒടാട്ട് അധ്യക്ഷത വഹിച്ചു. അമലനഗർ വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബിന്റെ കുടുംബ സംഗമവും പഠനോപകരണ വിതരണവും നോവലിസ്റ്റ് P. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് PJ വർഗീസ് അധ്യക്ഷത വഹിച്ചു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സാഹിത്യപ്രവർത്തകൻ ശശി കളരിയേൽ, വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി ബാലരാമൻ, പ്രോഗ്രാം കൺവീനർ സജീവ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിലങ്ങൻ ട്രക്കേഴ്സ് ക്ലബ് അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. എരുമപ്പെട്ടി പുലിക്കോട്ടിൽ ജോയ്സൺ ആൻഡ് ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് നോട്ട് പുസ്തകങ്ങളും പേനകളും വിതരണം ചെയ്തു. പ്രദേശത്തെ 100 കുട്ടികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പുലിക്കോട്ടിൽ ജോയ്സൺ, കണ്ണൻ എരുമപ്പെട്ടി എന്നിവർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അമീർ എരുമപ്പെട്ടി, OS ശ്രീകാന്ത്, ശിവദാസ് ആശാൻ, ഷഫീർ എരുമപ്പെട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. നിങ്ങള് പഠിക്കാൻ പോണ കാലത്ത് വീട്ടില് ഒരു വിഷമ ഘട്ടങ്ങളായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും പറ്റാത്തൊരു സാഹചര്യങ്ങളായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനൊരു ബുക്ക് കൊടുക്കുന്ന ആശയം അതാണ് നിങ്ങളുടെ മനസ്സിലുണ്ടായത്. അപ്പൊ എല്ലാ കുട്ടികളും എന്തെങ്കിലും യൂണിഫോമിന് അങ്ങനെ വീട്ടില് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുകൾ വരുമ്പോ നിങ്ങളെന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്യും. മനക്കുടി ദ്വാരക സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യോത്സവം സംഘടിപ്പിച്ചു. പ്രദേശത്തെ 150 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. മനക്കുടി സാവിയോ ഹോം ഡയറക്ടർ ഫാദർ ആന്റണി കൊളന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടായ്മ പ്രസിഡന്റ് ശാലിനി ജിനീഷ് അധ്യക്ഷയായി. SNDP മനക്കുടി പ്രസിഡന്റ് പുരുഷോത്തമൻ മേനോത്ത് പറമ്പിൽ, NSS പ്രസിഡന്റ് മാലതി, സംഘടനാ രക്ഷാധികാരി ലതാമണി തുടങ്ങിയവർ പങ്കെടുത്തു. പുസ്തകത്തിന് പേജൊക്കെ ഇങ്ങനെ തിരി കൊടുത്താറുണ്ടല്ലേ പുസ്തകം. പൈതൃകം ഗുരുവായൂരിന്റെ പൈതൃകം അന്താരാഷ്ട്ര കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ശങ്കര ജയന്തി ആഘോഷവും നടന്നു. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ VP ജോയ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ലക്ഷ്മി ശങ്കർ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ C. രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മണലൂർ തുള്ളൽ കളരിയുടെ മലബാർ രാമൻ നായർ സ്മാരക പുരസ്കാരം രാജേഷിനും, ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരം കലാമണ്ഡലം ജിനേഷിനും തന്ത്രി നൽകി. ശതാഭിഷിക്തനായ ചുള്ളിപ്പറമ്പിൽ ശ്രീനിവാസനെ ആദരിച്ചു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി മധു K. നായർ, ജനറൽ കൺവീനർ ഡോക്ടർ KB പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. എറവ് സെന്റ് തെരേസാസ് കപ്പൽപള്ളിയിൽ കുരുന്നുകൾക്കായി എഴുത്തിനിരുത്തൽ നടത്തി. വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ, സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ എന്നിവരാണ് കുട്ടികളെ കൊണ്ട് അക്ഷരങ്ങൾ എഴുതിച്ചത്. ഇടവകയിലെ 120 കുട്ടികൾ എഴുത്തിനിരുത്തൽ ചടങ്ങിൽ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 വിജയികളെ അനുമോദിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ പ്രസിഡന്റ് MB വിനീത് അധ്യക്ഷത വഹിച്ചു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ തുടങ്ങിയവർ സംസാരിച്ചു.
എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തൂട്ടുപാലത്ത് പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അനുമതിയില്ലാതെ അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഫ്ളാറ്റിന്റെ സംരക്ഷണ ഭിത്തി മഴയിൽ തകർന്നു വീണു. ചുറ്റുഭാഗം കെട്ടിയുയർത്തിയ സംരക്ഷണ ഭിത്തിയുടെ അടിഭാഗത്ത് നിന്ന് വെള്ളം ഒഴുകി വരുന്നത് സമീപത്തെ വീടുകൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. മാലിന്യം സെപ്റ്റിക് ടാങ്കുകൾക്ക് മൂടിയില്ലാത്ത അവസ്ഥയിലാണ്. ഇതിൽ നിന്നുള്ള മാലിന്യങ്ങൾ ചുറ്റുഭാഗത്തേക്ക് ഒഴുകുന്നുണ്ട്. ഇത് പകർച്ചവ്യാധി പടർത്തുമോ എന്ന ആശങ്കയിലാണ് പരിസരവാസികൾ. വാർഡ് മെമ്പർ കൊടുമ്പിൽ മുരളിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസർ ടി കെ രാജേഷ്, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഗോപകുമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫ്ളാറ്റിൽ താമസിക്കുന്നവരെ മാറ്റി പാർപ്പിക്കുവാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാവറട്ടി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നിർജ്ജീവാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പ്രവർത്തക കൺവെൻഷൻ നടത്തി. പ്രവർത്തക കൺവെൻഷനിൽ മണ്ഡലം സീനിയർ വൈസ് പ്രസിഡന്റ് KC ഖാദർമോൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടിയിലേക്ക് കടന്നുവരുന്നവരെ തടയുന്ന പ്രവണതയാണ് നിലവിലെ മണ്ഡലം പ്രസിഡന്റും ചില ഭാരവാഹികളും കൈക്കൊള്ളുന്നതെന്നും പാവറട്ടി പഞ്ചായത്തിലേക്ക് വരുന്ന ഉപതെരഞ്ഞെടുപ്പിലും പാവറട്ടി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലും വിജയം നിലനിർത്തുന്നതിനു വേണ്ടി പ്രവർത്തിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. പാവറട്ടിയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പഞ്ചായത്ത് ബ്ലോക്ക് ജനപ്രതിനിധിയിൽ ഒരാളൊഴികെ എല്ലാവരും കൺവെൻഷനിൽ പങ്കെടുത്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ OJ ഷാജൻ, സിന്ധു അനിൽകുമാർ, NP ഖാദർമോൻ, CP വത്സല തുടങ്ങിയവർ സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. തൃപ്രയാറിൽ പിഞ്ചുകുഞ്ഞ് തോട്ടിൽ വീണ് മരിച്ചു. തൃപ്രയാർ സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ ജിഹാസിന്റെ മകൻ 1.5 വയസ്സുള്ള മുഹമ്മദ് റയാനാണ് മരിച്ചത്. വെങ്കടെങ്കിൽ മാങ്ങ പറിക്കുന്നതിനിടയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. ആനകളെ തുരത്തിയത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. പാലപ്പള്ളി മേഖലയിൽ പുലിയിറങ്ങുന്നത് പതിവായിട്ടും നടപടിയെടുക്കാത്ത വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ചാരൂർ ജയന്തിപ്പടവിൽ നിന്ന് വെള്ളം ഒഴുകി പോകുവാനുള്ള പറവച്ചാൽ പുനർനിർമ്മാണം അനിശ്ചിതത്വത്തിൽ. പുലക്കാട്ടുകര റെഗുലേറ്ററിൽ മാലിന്യം നിറഞ്ഞു. പരിസര പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. മാള കൊടവത്തുകുന്നിലും കൊടുമ്പ് ചാത്തഞ്ചിറ കോളനിയിലും മണ്ണിടിച്ചു. ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അവശ്യ സംവിധാനങ്ങളില്ലാതെ പുതുക്കാട് താലൂക്ക് ആശുപത്രി. അത്യാഹിത വിഭാഗവും ട്രോമ കെയർ സംവിധാനവും കാര്യക്ഷമമാകാത്തതാണ് പ്രതിസന്ധിയാകുന്നത്. ഈ ബുള്ളറ്റിൻ പുറമാകുന്നു. നമസ്കാരം.